സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചതിൽ എന്താണ് അഭിപ്രായം? വളരെ സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. അഭിമാനം തോന്നുന്നുണ്ട്. ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പി, യാത്രക്കാരും ഹാപ്പി. ഇഷ്ടമാണ്, നല്ലതാ, നല്ല അഭിപ്രായം. നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ, നമുക്ക് അത്ര ആഗ്രഹമുള്ളൂ. ഒരു ചെറിയ പ്രതിഷേധമായിട്ട് ആണുങ്ങൾക്ക് ഇന്ന് സൗജന്യവും ഞങ്ങളെ സംബന്ധിച്ച് പിന്നീട് മറ്റൊരു വരുമാന മാർഗം കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതായത് സർക്കാരിനോട് ഞങ്ങൾക്ക് തീർപ്പൊന്നുമില്ല, സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷെ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ദാരിദ്ര്യമുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പുരുഷന്മാർക്ക് ഇനി അടുത്ത സൗജന്യം വേണമെന്ന് അഭിപ്രായമുണ്ടോ? പുരുഷന്മാർക്കെന്ന് വെച്ചാല് ഇനി അവർക്ക് സീറ്റ് കൊടുത്താൽ മതി കേട്ടോ, അതും കൂടി വേണം. പിന്നെ ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിക്കുന്നവർക്കും അത്താഴ ഭക്ഷണിക്കാരനും ഒരേ ആനുകൂല്യം കൊടുക്കുന്നതിനോട് ഞങ്ങൾ യോജിപ്പില്ല. സ്ത്രീകൾക്ക് മാത്രം പോരാ, പുരുഷന്മാർക്കും വേണം. അതാണ് അഭിപ്രായം. അതാണ് എൻ്റെ അഭിപ്രായം. യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല കാര്യം, നല്ല കാര്യമാണ്. ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടി ബെറ്റർ എന്നാൽ സ്റ്റുഡൻസിന് സൗജന്യ യാത്ര അനുവദിക്കലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. കാരണം സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു KSRTC ഒരു പ്രൈവറ്റ് ബസ്സും വന്നാൽ അവർക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനം ചെയ്തതുപോലെ VD സതീശൻ സർക്കാർ അധികാരത്തിലേറി ദിവസങ്ങൾക്ക് ശേഷം ഇതാ ജൂൺ 15-ന് പ്രിയദർശിനി എന്ന പേരിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തുണ്ട്. എന്തായാലും പൊതുജനം എന്താണ് പറയുന്നതെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാം. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ചതിൽ എന്താണ് അഭിപ്രായം? അഭിപ്രായം നല്ലതാണ് കാര്യം. പക്ഷെ അത് എവിടെയൊക്കെയാണ് കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ല. കാരണം എല്ലാ വഴിക്കും കിട്ടൂലല്ലോ. ഇതിപ്പോൾ അവർ ഒരു വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു റൂട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടാൻ എല്ലാവർക്കും സാധിക്കില്ല. ഒരുപാട് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. കുറേ ആൾക്കാർക്ക് കിട്ടും, കുറേ ആൾക്കാർക്ക് കിട്ടില്ല. അത്രേ ഉള്ളൂ. നല്ല കാര്യം തന്നെയാണ്. ഞാൻ എന്താ പറയുക, അവർക്ക് കംഫർട്ടായിട്ട് പോകാമല്ലോ. അതെ. അപ്പൊ എല്ലാരും പറയുന്ന പോലെ എന്തിനാണ് സ്ത്രീകൾക്ക് സൗജന്യം എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. കാര്യമില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്കത് ആണുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് സ്ത്രീകൾക്ക് മാത്രം ഒരു ആനുകൂല്യം കൊടുക്കുക, പുരുഷന്മാരെ ഒരു മാറ്റി നിർത്തുന്നതിന് തുല്യമാണ് അത് എന്നാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ്? എല്ലാവരും നല്ല പ്രതികരണമാണ്. ആണ്. എന്ത് തോന്നുന്നു സ്ത്രീകൾക്ക് സൗജന്യം അനുവദിച്ചതില്? വളരെ സന്തോഷമുണ്ട്, ഒരു അഭിമാനമുണ്ട്. അഭിമാനം തോന്നുന്നുണ്ട്. പുരുഷന്മാരുടെ പ്രതികരണം? പുരുഷന്മാർക്ക് ഇപ്പൊ ഒരു ചെറിയ മുറിവുറപ്പ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് കാലക്രമേണ മാറും, അവരൂടെ ഇതിനകത്ത് ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്തതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എനിക്ക് ഇത് ആദ്യമേ തുടങ്ങി കേൾക്കണതാണല്ലോ. അപ്പം നല്ല അഭിപ്രായം. അത് കാരണം ഇന്ന് ബസ്സിലൊക്കെ നല്ല ഫ്രീ ആണ്. പെണ്ണുങ്ങളൊക്കെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഞാനും 1/2 മണിക്കൂറായി ഇവിടെ നിൽക്കണവരെ എറണാകുളം കാത്ത് നിൽക്കണേ. ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റില്ല, പക്ഷെ ഉള്ളിടത്തോളം നാളെ ഹാപ്പിയാണ്. എന്താ പേര്? മേഘ. സ്ത്രീകൾക്ക് ബസ് യാത്ര ഫ്രീ ആക്കി കൊടുത്തതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ ഈ എന്തിനാണ് ഫ്രീ യാത്ര എന്ന് ചോദിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇന്ന് മുതൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങിയല്ലോ, എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? നല്ലതാ, സൂപ്പറാണ്. ആണോ? ഞങ്ങൾക്ക് ഇച്ചിരി കൂടി കട്ടി കുറഞ്ഞു ജോലിക്ക്. ആണോ? എന്ന് വെച്ചാൽ ചില്ലറ വാങ്ങിക്കാൻ വേണ്ട, കൊടുക്കാൻ വേണ്ട, കാശും വാങ്ങിക്കേണ്ട, ടിക്കറ്റ് അടിച്ചു കൊടുക്കുക. എന്താണ് ഫ്രീ യാത്രയെ പറ്റിയുള്ള അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, നല്ല കാര്യമാണ്. ബസ്സിലൊക്കെ എങ്ങനെയുണ്ട്? പുരുഷന്മാർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടോ? ഒന്നും പറഞ്ഞില്ല. ചേട്ടന്മാർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. ഇനി അവർക്ക് സീറ്റ് കൊടുത്താൽ മതി കേട്ടോ, അതും കൂടി വേണം. സംവരണ സീറ്റ് കൊടുക്കണം. അത് കാരണം വെച്ചാൽ ലേഡീസ് മൊത്തം കയറിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് ഉണ്ടാവില്ല. അവര് ടിക്കറ്റ് ക്യാഷ് കൊടുത്തിട്ടാണോ ടിക്കറ്റ് വാങ്ങിക്കുന്നത്. എങ്ങനെയുണ്ട് ബസ്സിലെ ആൾക്കാരുടെ പ്രതികരണം? നല്ല പോസിറ്റീവാണ്, ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. അവർക്ക് ആ ടിക്കറ്റ് അടിച്ച് അങ്ങനെ കൊടുക്കും. റിലാക്സേഷൻ ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ചില്ലറ കിട്ടാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ലേഡീസ് ആയിരുന്നു ചില്ലറയായിട്ട് വന്നിരുന്നു ചോദിച്ചാൽ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ആണുങ്ങളോട് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർ ചെയ്തോളൂ. അപ്പോൾ അതിനുള്ള സെറ്റിങ്സ് ഉള്ള മെഷീനാണല്ലോ. ഒന്നുമില്ല. എന്തിനാ പ്രതിഷേധിക്കണതിനാ? എന്തിനാ പ്രതിഷേധിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഞങ്ങൾ ഹാപ്പി, യാത്രക്കാരും ഹാപ്പി. എന്തായാലും കുഴപ്പമില്ല, നല്ല റെസ്പോൺസാ. യാത്രക്കാരിൽ നിന്ന് നല്ല റെസ്പോൺസാ, കുഴപ്പമില്ല. ഇല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു തീരുമാനമാണ്. സർക്കാരിൻ്റെ തീരുമാനത്തോട് നമ്മൾ യോജിക്കുന്നു. നല്ലൊരു തീരുമാനമാണ്. നല്ലൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നേരത്തെ തുടങ്ങേണ്ടായിരുന്നു, ഒരു 10 വർഷം മുന്നെങ്കിലും തുടങ്ങേണ്ടായിരുന്നത്.
ഇനി മാന്യമായ രീതിയിൽ പോകുമെന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായം. സന്തോഷമേ ഉള്ളൂ. ചേട്ടൻ തമിഴ്നാട് സ്വദേശിയല്ലേ? അവിടെ പണ്ട് മുതലേ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര ഉള്ളതാണ്. അപ്പൊ ഇവിടെ കുറച്ച് വൈകിപ്പോയോ? സൂപ്പർ, വെരി വെരി സൂപ്പർ. കോൺഗ്രസ് ഗവൺമെന്റ് സൂപ്പർ, നല്ല ഗുഡ് ഡിസിഷൻ. சூப்பர் வெரி குட். இவங்க மகளிர் மாலுமா பெண்ணுங்களுக்கு ഫ്രീ ബസ് കോൺഗ്രസ് ഗവൺമെന്റ് സൂപ്പർ സൂപ്പർ. കുഴപ്പമില്ല, നല്ലതാ. കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഈ വീട്ടു ജോലി അങ്ങനെയൊക്കെയുള്ള ജോലിക്കൊക്കെ പോണ് ചെറിയ വരുമാനമൊക്കെ ഉള്ളവരല്ലേ. അപ്പം അതുകൊണ്ട് നല്ലതാ, കുഴപ്പമില്ല, എന്നും നിലനിൽക്കട്ടെ. പുരുഷന്മാർക്കും ഇനി അടുത്ത സൗജന്യം വേണമെന്ന് അഭിപ്രായമുണ്ടോ? പുരുഷന്മാർക്കെന്ന് വെച്ചാൽ അത് കൊടുക്കുക, പുരുഷന്മാർ യോജിക്കുന്നില്ല. കാരണം അവർ ഇപ്പം ഞാൻ പോരുമ്പോൾ കണ്ടിട്ട് പോലെ രണ്ടുപേരും കുടിച്ചിട്ട് അവിടെ ബസ് സ്റ്റോപ്പിൽ കിടക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ട് വരുമ്പോൾ പിന്നെ നമ്മ പുരുഷന്മാരെ യോജിക്കുന്നില്ല. നല്ല അഭിപ്രായം. സന്തോഷമാണോ? സന്തോഷം. ഇത്രയൊക്കെ ഇഷ്ടമാണ്, നല്ലതാണ് താനും. ഇപ്പം ഈ വേണ്ടിയിൽ ഞങ്ങൾ ആദ്യമായിട്ട് കയറണതുകൊണ്ട് ഇത് എവിടെ നിർത്തണമെന്ന് അറിയാൻ പാടില്ല. എല്ലായിടത്തും നിർത്തും, നോർമൽ പോലെ ബസ് എല്ലായിടത്തും നിർത്തും. അതെ, കീഴ്മാട് വഴിയാണെന്നാണ് ഇത് പറഞ്ഞത്. ഞങ്ങളുടെ ചൂണ്ടി ചുണങ്ങമയിലൊക്കെ നിർത്തുമെന്ന് അറിയാൻ പാടില്ല. അതിനകത്ത് ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുകയാണ്. ഇഷ്ടമാണ്, നല്ലതാ, നല്ല അഭിപ്രായമാണ്. എന്താണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്തതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ല തീരുമാനമാണ്. കുഴപ്പമില്ല, നല്ല ഒരു അഭിപ്രായമാണ്, നല്ലതുമാണിത്. ഇത് തുടർന്നുകൊണ്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ആർക്കെങ്കിലും ഗുണം വേണ്ടേ? എപ്പോഴും ഇങ്ങനെ അതമ്പതിച്ച് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ ഒരു നല്ല നിലവാരത്തണ്ടേ പിള്ളേർ. നാളത്തെ തലമുറ ഇന്നത്തെ പോട്ടെ, ഇന്നത്തെ അനുഭവിച്ചത് പോലെയല്ല നാളെ പ്രത്യേകിച്ചും സുഭിക്ഷമായിട്ട് ജീവിക്കട്ടെ, അവർ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. നമുക്കത്ര ആഗ്രഹമുള്ളത്. നല്ല അഭിപ്രായം. ഇനി ഈ ഭരണം വന്നപ്പോൾ തന്നെ തുടക്കം തന്നെ ഇത് നല്ലൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം, അത് തന്നെയാണ് വേണ്ടത്. അത് തന്നെയല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആയല്ല, 15 ദിവസമല്ലേ മാറ്റം വന്നോളൂ. എന്നാലും എന്താ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ ലാസ്റ്റ് ഇലക്ഷൻ, അടുത്ത ഇലക്ഷൻ വന്നതിന് മുമ്പ് തുടങ്ങിയല്ലേ ഇവർ സ്റ്റാർട്ടിങ് തുടങ്ങി. അത് അഭിമാനിക്കാം, നമുക്ക് അന്തസ്സോടെ അഭിമാനിക്കാം. ഈ മുഖ്യമന്ത്രി നമുക്ക് അഭിമാനിക്കാനേ പറ്റുള്ളൂ. ആണുങ്ങൾക്കും വേണം, പുരുഷന്മാർക്കും വേണം. ഇപ്പൊ അടുത്ത ഘട്ടത്തിൽ പുരുഷന്മാർക്ക് കിട്ടുമല്ലോ. അത് നമുക്ക് പറയാൻ പറ്റില്ല. സ്ത്രീകൾക്ക് മാത്രം പോരാ, പുരുഷന്മാർക്കും വേണം. അതാണ് അഭിപ്രായം. അതാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ അത് പൊട്ടത്തരാവും, മണ്ടപ്പണിയാണ് ഈ ചെയ്യണത്. ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. സ്ത്രീകൾക്ക് മാത്രം പോരാ, പുരുഷന്മാർക്കും കൊടുക്കണം. ഇനി അടുത്ത ഘട്ടത്തിൽ കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അത് ഒന്ന് വ്യത്യാസങ്ങളൊന്നും പാടില്ല. അതാണ് ശരി. അതെ. അപ്പോൾ ഇപ്പോൾ സാഹചര്യമൊക്കെ വിലയിരുത്തി കൂടുതൽ ഫണ്ടൊക്കെ സമാഹരിച്ച് കാര്യങ്ങളെല്ലാം വകയിരുത്തി അടുത്ത ഘട്ടത്തിൽ ഉറപ്പായും പുരുഷന്മാർക്ക് ഇവിടെ ഇത് ചെയ്തേക്കണം മണ്ടപ്പണിയാണ്. കാരണം സ്ത്രീകൾക്ക് മാത്രം പോരാ, പുരുഷന്മാർക്കും വേണം. എന്താണ് അഭിപ്രായം? സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എല്ലാവർക്കും യൂസ് ആവൂല, സ്ത്രീകൾക്കൊക്കെ നല്ല അഭിപ്രായമാണ്. ആവശ്യമില്ല, കേരളത്തിൽ ആവശ്യമില്ല. കാരണം ഇവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്യുന്ന സ്ത്രീക്ക് 10,000 കിട്ടുന്നുണ്ട്. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ശമ്പളം ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ബസ് ഫ്രീ കൊടുക്കേണ്ട ആവശ്യം ഒന്നാണ്. കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ ഫ്രീ കൊടുത്ത് ജനങ്ങളെ മടിയന്മാരാക്കല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൈവറ്റ് ബസ് ജീവനക്കാർ ഇതിൽ പ്രതിഷേധത്തിലാണ്? പ്രതിഷേധമൊന്നുമില്ല, പ്രതിഷേധിക്കേണ്ട ആവശ്യമില്ല. സർക്കാർ ചെയ്യേണ്ടത് ഇത് പാവപ്പെട്ട അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ഫ്രീ കൊടുക്കുക, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രീ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ സാമ്പത്തിക ശേഷിയുള്ളവർക്കൊക്കെ ഫ്രീ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. യാത്രയെ പറ്റി എന്താണ്? നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ഒരു പ്രൈവറ്റ് ബസ് ജീവനക്കാരൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത്. നല്ല കാര്യമാണത്. പിന്നെ കാരണം ഗവൺമെന്റ് ഇത് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്. അത് രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും ആയിട്ടല്ല. കാരണം എന്ന് വെച്ചാൽ അവർ പിന്നെ അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആവശ്യമില്ലാതെ കയറി യാത്ര ചെയ്ത് ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളൂ. മിസ്യൂസ് ചെയ്യാതിരിക്കാം, നല്ല കാര്യമാണ്. അത് സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചത്. അത് ഓക്കെ. ബസ് യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പം എന്താ പറയണ, ഇപ്പം അതിനെപ്പറ്റി ഇതൊക്കെ എത്ര ആദ്യം ഗുണമെന്ന് അറിയാൻ പാടില്ല.
നമുക്കത് കറക്റ്റായിട്ട് വായിച്ചിട്ടൊന്നുമില്ല, ദൈവം സഹായിച്ച കുഴപ്പമൊന്നുമില്ല. ബാധിച്ചിട്ടില്ല. പ്രൈവറ്റ് ബസ്സിനെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പം ഇന്ന് ഓടിയിൽ ഒന്നും വായിച്ചിട്ടില്ല. എല്ലാവരും നല്ല സഹകരണമാണ്. ഇതിപ്പോൾ എങ്ങനെയാവും അറിയാൻ പറഞ്ഞു. ഈ ബസ്സിലെ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ബസ് കയറിയത്. പുരുഷന്മാർക്ക് സൗജന്യ യാത്രയും സ്വകാര്യ ബസ്സുകളെ കൈവിടാതെ ഇതിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് മധുരവും നൽകുന്നു. എന്താണ് ഇതിന് പിന്നിലെ ചെയ്ത വികാരം? പറ്റി ശമ്പളം എന്ത് പറയാനാ, സർക്കാർ ചെയ്ത പരിപാടി ശരിയായ പരിപാടി അല്ല, നല്ല ഇതല്ല. അപ്പൊ നമുക്ക് ഇതായിട്ട് നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ ചേച്ചിമാരെ ഇത് സ്ഥിരം വേണം. അതുകൊണ്ട് അതിനു വേണ്ടി നമ്മൾ പതനം കൊടുത്ത് സ്വീകരിക്കണം. സൗജന്യ ബസ് യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? ഈ ബസ്സിനെ പറ്റി അത് നമ്മുടെ തകർക്കാനുള്ള പരിപാടിയല്ലേ, നമ്മുടെ തകർക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തതാണ്. അങ്ങനെ തോന്നുന്നു. അപ്പൊ ഇന്ന് സൗജന്യ ബസ് യാത്ര തുടങ്ങിയ ദിവസം യാത്രക്കാരിൽ കുറവ് തോന്നുന്നുണ്ടോ? ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതിനെ കാര്യമായി ബാധിക്കില്ല എന്ന് തോന്നില്ലേ? നമുക്ക് കാര്യമായിട്ട് ഇപ്പൊ കുറവാ. അപ്പൊ ഞാൻ സൗജന്യ ബസ് യാത്രയെ അനുകൂലിക്കുന്ന ആളാണ്. പക്ഷെ പ്രൈവറ്റ് ബസ്സിൽ കയറിയോണ്ട് ചേട്ടൻ എനിക്ക് ലഡു വന്നു. സർക്കാർ ജൂൺ 15 തുടങ്ങി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ്, കൊടുക്കേണ്ടവർ കൊടുക്കണം. പിന്നെ ലക്ഷക്കണക്കിന് രൂപ സാലറി മേടിക്കുന്നവർക്കും അത്താഴ ഭക്ഷണിക്കാരനും ഒരേ ആനുകൂല്യം കൊടുക്കുന്നതിനോട് ഞങ്ങൾ യോജിപ്പില്ല. രണ്ടാമത് ഈ വ്യവസായത്തെ അത് വളരെയായിട്ട് ബാധിക്കും. ഈ ബസ്സൊക്കെ ഓടുന്നത് 70% റൂട്ടിലും ഞങ്ങളുടെ ഈ ബസ്സിൻ്റെ 70% സ്വകാര്യ ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഇടകലർന്ന് ഓടുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ച് സ്ത്രീകൾ മുഴുവൻ ട്രാൻസ്പോർട്ടിനെ ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി വ്യവസായം നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുക തൊഴിലാളികളായ ഞങ്ങളെപ്പോലുള്ളവർക്കാണ്. ഞങ്ങളെ സംബന്ധിച്ച് പിന്നീട് മറ്റൊരു വരുമാന മാർഗം കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതായത് എന്നും ഇത് ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിക്കുന്നത് ഒരു വശം നശിച്ചു പോകുന്ന ഒരു രീതിയിലേക്കായി പോകും. അത് പാടില്ല. സർക്കാരിനോട് ഞങ്ങൾക്ക് തീർപ്പൊന്നുമില്ല. സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷെ ചെയ്യുമ്പോൾ ഈ വ്യവസായം കൂടി പൂർണ്ണമായി സംരക്ഷിക്കാൻ പറ്റണം. സർക്കാരിനെ കൊണ്ട് മാത്രം പൊതുഗതാഗത സംവിധാനം നടത്തി പോകാൻ പറ്റില്ല, സ്വകാര്യ മേഖലയ്ക്ക് നടക്കില്ല. അപ്പോൾ രണ്ടു കൂട്ടരെയും വിശ്വാസത്തിലെടുത്ത് ആ രീതിയിൽ നടത്തിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ സ്വകാര്യ മേഖല ഉണ്ടാവില്ല, പൊതുമേഖല ഉണ്ടാവില്ല. ഇത് രണ്ടും നശിച്ചുപോയ എന്തായിരിക്കും അവസ്ഥ? അപ്പം പിന്നെ പറയുന്ന പോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ പറയുന്ന പോലെ നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെതിരെ പറയുന്നത്. ഇത് ഒരു ചെറിയ പ്രതിഷേധമായിട്ട് ആണുങ്ങൾക്ക് ഇന്ന് സൗജന്യവും ഈ ബസ്സിൽ കയറുന്ന വനിതകൾക്ക് ഞങ്ങൾ മധുരവും കൊടുത്ത് സ്വീകരിക്കും. അതാണ്. സ്ത്രീകൾക്ക് മാത്രം കൊടുത്തിട്ട് എന്താ കാര്യം? ആണുങ്ങൾക്കും കൊടുക്കണ്ടേ? അതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും മനുഷ്യരല്ലേ. ഈ പ്രൈവറ്റ് ബസ്സുകളെ ഇത് ബാധിക്കുമോ? ചെറുതായിട്ടൊക്കെ ബാധിക്കും. ഇന്ന് ബാധിക്കുന്നുണ്ടോ? ഇല്ല, ഇന്ന് ബാധിക്കുന്നില്ല. അതിന് KSRTC എല്ലായിടത്തേക്കും ഇറക്കിയിട്ടില്ലല്ലോ. ഇത് എല്ലാ KSRTC ഇത് കൊടുക്കണില്ലല്ലോ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിനെ പറ്റിയിട്ട് വേറെ അഭിപ്രായമൊന്നുമില്ല. അതായത് നിലവിലെ ആൺകുട്ടികളൊക്കെ ഒരുവിധം 18 വയസ്സ് കഴിയുമ്പോൾ കഷ്ടപ്പെട്ട് ജോലിക്ക് പോണവരാണ്. അപ്പോൾ സമത്വം വേണം എന്ന് എപ്പോഴും പറയണവർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് അത് കൊടുക്കേണ്ടതൊരു ശരിയായ ഇടപാടല്ല. അത് മാത്രമല്ല, സർക്കാർ കോടികളുടെ നഷ്ടത്തിലേക്ക് പിന്നെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടി ബെറ്റർ എന്നാൽ സ്റ്റുഡൻസിന് സൗജന്യ യാത്ര അനുവദിക്കലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. കാരണം സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു KSRTC ഒരു പ്രൈവറ്റ് ബസ്സും വന്നാൽ അവർക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ പ്രൈവറ്റ് ബസ്സിൽ തൂങ്ങി കിടന്ന് പോകുന്ന ഒരവസ്ഥയാണ്. ഈ നമ്മുടെ സിറ്റിയിലൊക്കെയാണ് കുറച്ച് കുറവുള്ളൂ. ഉൾസൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട യാത്രയാണ്. അപ്പോൾ അത്തരമൊരു കാര്യങ്ങൾ കുട്ടികൾക്കായിരുന്നു കുറച്ചും കൂടിയും കൺസെഷൻ കൊടുത്താൽ ഭംഗിയായിരിക്കും. ഈ സ്ത്രീകളിൽ മിക്കവർക്കും അത്യാവശ്യം സാലറി ഉള്ളതാണ്. ഇപ്പോൾ ഇൻഫോ പാർക്കിലൊക്കെ ആണെങ്കിലും 20,000 രൂപയുടെ മുകളിൽ സാലറി ഉണ്ട്. ഇപ്പോൾ കാക്കനാട് ബസ്സിൽ എല്ലാവരും സൗജന്യ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ദാരിദ്ര്യമുള്ളവരുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെ പ്രൈവറ്റ് ബസ്സിനെ ഇത് ബാധിക്കുന്നുണ്ടോ? പ്രൈവറ്റ് ബസ്സിനെ സിറ്റിയിലൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല. ചില റൂട്ടുകളിൽ KSRTCയും സ്വകാര്യ ബസ്സുകളും കൂടി സർവീസ് നടത്തുന്ന റൂട്ടുകളിലൊക്കെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. പിന്നെ ഞാൻ പറയണം, അല്ലെങ്കിൽ പിന്നെ BPL അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു കൺസെഷൻ ഏർപ്പെടുത്തുന്നില്ല. അല്ല, ഒരുപാട് സ്ത്രീകൾ 8,000 രൂപക്കും 10,000 രൂപക്കും ജോലിക്ക് പോകുന്നുണ്ട്. നമ്മളൊക്കെ സ്ഥിരം കാണുന്നതാണ്. രാത്രി വൈകിയാണ് അവർ വീട്ടിലെത്തുന്നത്. അപ്പോൾ അവരെ പോലുള്ളവർക്കൊക്കെ ഇത്തരം യാത്ര കൊടുത്തേക്കും ഉപകാരപ്പെട്ടതന്നെ. ഇതിപ്പോൾ അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ളവർ പോലും ഇപ്പോൾ ഇന്ന് BJPയുടെയൊക്കെ പ്രതിഷേധം, അവരിൽ ആർക്കാണ് ദാരിദ്ര്യമുള്ളത്? ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു ദാരിദ്ര്യം കാണിക്കുന്നത് മോശം ഇടപാടല്ലേ? അപ്പോൾ അതിലൊരു മാറ്റം വരണം. അല്ല, പിന്നെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു സമത്വം
ഇതിലില്ലാതാവുകയല്ലേ. കാരണം കഷ്ടപ്പെട്ട് ജോലിക്ക് പോകുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എല്ലാവരും ടിക്കറ്റ് എടുത്ത് പോകുന്നു. പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്തൊരു ഇത് ആർക്കും ഉണ്ടെന്ന് എനിക്കിന്ന് വരെ തോന്നിയിട്ടില്ല കേട്ടോ. മറ്റു ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് സർക്കാരിന് ആ ഫണ്ട് വിനിയോഗിക്കാമായിരുന്നു. സൗജന്യ ബസ് യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല കാര്യമല്ലേ, സ്ത്രീകൾക്കൊക്കെ ഉപകാരമാണ്, നല്ല കാര്യമല്ലേ. അപ്പോൾ കുറേ പേര് ഇതിനെ എതിർക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്തിനാണ് സൗജന്യം കൊടുത്തത് എന്ന് എന്താണ് പറയുന്നത്? സൗജന്യമായിട്ട് കൊടുത്തതിനെ കുറിച്ച് അത് പരാതി പറഞ്ഞ രാഷ്ട്രീയപരമായിട്ടുള്ള പരാതി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ജനങ്ങൾക്ക് നല്ല കാര്യം ചെയ്യുന്നത് ആരാണെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ, അതങ്ങനെയാണ്. പിന്നെ ഓർഡിനറി ബസ്സിൽ മാത്രമെന്ന് പറഞ്ഞപ്പോൾ താൽക്കാലികം നമ്മുടെ സർക്കാരിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. കാരണം മൂന്നാർ കട്ടപ്പനക്കൊക്കെ ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. അതെല്ലാം ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റൊക്കെയാണ്. അപ്പോൾ അതെല്ലാം യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അങ്ങനെ ഫാസ്റ്റിലൊന്നും കൊടുക്കാനുള്ള ഇത് നമുക്കില്ലല്ലോ. എന്തായാലും കിട്ടിയോട് തൃപ്തിപ്പെടാം, ഇനി പുരോഗമിച്ചോളൂ. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്തല്ലോ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അഭിപ്രായം നല്ല അഭിപ്രായമാണ്. എന്നാലും ചേർന്ന് പറയാനില്ല. അല്ല, ആൺകുട്ടികൾക്കും അത് ഒരുപോലെ ഈക്വലായി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. അതെ, എന്നാലും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര വേണം അങ്ങനല്ല. അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇതില്ല. അത് അതൊന്നും ചേട്ടാ, എന്താണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്തതിൽ അഭിപ്രായം? നല്ല അഭിപ്രായം. ബസ്സിൽ കയറി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ടോ? സ്ത്രീകള് എല്ലാവരും ഹാപ്പിയാണ്. അവരെ ഇപ്പൊ ചില ആൾക്കാരെ അറിയാതെ ഒരു ചേച്ചി അറിയാതെ കയറിയില്ലേ, അറിയാതെ കയറിയിട്ട് പൈസ വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞെട്ടി സന്തോഷം. പ്രൈവറ്റ് ബസ്സിൽ നിന്നൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നേ ഉള്ളൂ ആൾക്കാർ. യാത്രക്കാരിലൊരു കൂടുതലുണ്ടോ? യാത്രക്കാരിൽ ഇന്നിപ്പോ ഇത്തിരി കുറച്ച് കൂടുതൽ കണ്ടു. അത് അറിയാൻ വേണ്ടി ആൾക്കാർ കയറുന്ന ആൾക്കാരുണ്ട്. അവർ വന്ന് യാത്ര ചെയ്ത് പോയി. ആദ്യം ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഓപ്ഷൻ ആയണ്ടായില്ലായിരുന്നു. അപ്പോൾ അയാൾ ആദ്യം പെരുമ്പാവൂർ ടിക്കറ്റ് എടുത്തു. അതുതന്നെ പെരുമ്പാവൂർ എത്തുന്നതിന് മുമ്പ് ഇതായി, അവരുടെ ഓപ്ഷൻ ഇട്ടു, ശരിയായിട്ട്. പിന്നെ അയാൾ മൂവാറ്റുപുഴ വരെ യാത്ര ചെയ്തു. ഇവിടെ ഇരുന്നൊരു ചേച്ചിയായിരുന്നു. ആ ചേച്ചി അന്നേരമാണ് കയറിയത്. ഞങ്ങൾക്ക് ഇവിടെ ഉദ്ഘാടനത്തിന് വൈകി പോയില്ലോ, അതിന് ശേഷം ഇതായുള്ളൂ. അപ്പോൾ അതിന് ശേഷം അവർ കണ്ടിന്യൂ യാത്ര ചെയ്തു. തിരിച്ച് അവർ മൂവാറ്റുപുഴ ഇറങ്ങി. അവർ തിരിച്ച് വേറെ വണ്ടിയിൽ വന്നോളാന്ന് പറഞ്ഞു അവർ. ചിലവർ യാത്ര ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, ഇതിനെ ബേസ് ചെയ്ത് വരുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ശരി. അപ്പോൾ എല്ലാവർക്കും മികച്ച അഭിപ്രായം തന്നെയാണ് ഇതിൽ രേഖപ്പെടുത്താനുള്ളത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിൽ സന്തോഷവാന്മാരാണ് എല്ലാവരും, യാത്രക്കാരും ജീവനക്കാരും എല്ലാവരും തന്നെ. എന്തായാലും ഇത് നല്ലൊരു പദ്ധതിയായി, ജനപ്രിയ പദ്ധതിയായി തന്നെ പ്രിയദർശിനി മാറുകയാണ്. ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറമാൻ അരുൺ ഷാജിയോടൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.